പീരുമേട് താലൂക്കിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുവാനുള്ള പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്ന് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. ബജറ്റിൽ അനുവദിച്ച 10 കോടി രൂപയിൽ ലയങ്ങളുടെ നവീകരണത്തിന് 33,70,000 രൂപയ്ക്കാണ് നിർമ്മിതി കേന്ദ്രം എസ്റ്റിമേറ്റ് എടുത്ത് ഭരണാനുമതി നേടിയത്. അനുമതി ലഭിച്ചിട്ട് 6 മാസത്തിലധികമായിട്ടും ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമി വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചത്. ഇതേ തുടർന്നാണ് പദ്ധതി അടിയന്തരമായി നടപ്പാക്കുവാൻ വീണ്ടും ഉത്തരവിട്ടത്. പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിന് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവൃത്തികൾ സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തെ കൊണ്ട് ഉടനെ നിർവഹിക്കുന്നതിനുള്ള നടപടികൾ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വീണ്ടും ഉത്തരവിട്ടു. ജില്ലാ കളക്ടർ ചെയർമാനായ പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്ന് ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കി ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷന് നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ബജറ്റിൽ അനുവദിച്ച 10 കോടി രൂപ ഉപയോഗിച്ച് ലയങ്ങൾ നവീകരിക്കുന്നില്ല പരാതിയിലാണ് പുതിയ ഉത്തരവുണ്ടായിരിക്കുന്നത്. തൊഴിൽ സെക്രട്ടറിയിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സമർപ്പിച്ച 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. 2023-24 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 10 കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിൽ പരമാവധി ലയങ്ങൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് വ്യവസായ വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട്. മാർഗരേഖ അംഗീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ട് പ്രകാരം യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമിയുടെ പരാതി. പീരുമേട് താലൂക്കിലെ അടച്ചുപൂട്ടിയ തോട്ടങ്ങളിലെ ലയങ്ങളുടെ നവീകരണം സംബന്ധിച്ച് സർക്കാർ 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകുകയും അത് അന്തിമ ഉത്തരവ് ഇറക്കുകയും ചെയ്തു. പക്ഷെ നാളിതുവരെ ഒരു ലയം പോലും നവീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനമോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം നവീകരിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കാലത്തും ഈ തൊഴിലാളികൾ ഇടിഞ്ഞു വീഴാൻ ലയങ്ങളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് നവീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ജില്ലാ കളക്ടർക്കും ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷനുമാണ് കമ്മീഷൻ ഉത്തരവ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2.5 മാസമായി ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത്. നനഞ്ഞൊലിക്കുന്ന ലയത്തിൽ ജീവൻ പണയം വെച്ചാണ് തൊഴിലാളി കുടുംബങ്ങൾ അന്തി ഉറങ്ങുന്നത്. ഈ കാലവർഷത്തിൽ മാത്രം 5ലധികം ലയങ്ങൾ തകർന്നു വീണിരുന്നു. ഇവരുടെ താമസം ഇപ്പോൾ ദുരിതപൂർണമായിരിക്കുകയാണ്. അടിയന്തരമായി ലയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കണമെന്നാണ് മാടസ്വാമിയുടെ ഈ തൊഴിലാളി കുടുംബങ്ങളുടെയും ആവശ്യം. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.